ഇവളോ? ഇയാളായിരുന്നോ? ഇത് ശരിയാവില്ല, പറഞ്ഞോട്. മനു, ഡോ, ഞാൻ തന്നോട് സോറി പറഞ്ഞതല്ലേ, പിന്നെന്താ പ്രശ്നം? മിയ. മിയ, തന്റെ ഈ ഡയലോഗ് ഡെലിവറി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന് അവൾ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാൻ പോകുന്നേ, കഥാപാത്രമായിട്ടല്ലേ. ഇതിനു മുമ്പ് വല്ലതും ഡബ് ചെയ്തിട്ടുണ്ടോ? ടിക്ടോക്ക്. ഇത് ടിക്ടോക്ക് അല്ല, മനുവിന്റെ നാടകമാണ്. മനുവിന്റെ നാടകത്തിന് ഈ നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ട്. അതറിയാം. കുട്ടി, നാളെ ഒരു മലയാള സിനിമയിൽ കാണാം, മനു കേരളീയൻ. അതിപ്പോ പൈസ ഉണ്ടെങ്കിൽ ആർക്കും പ്രൊഡ്യൂസ് ചെയ്തൂടെ? ഇവിടെ പറഞ്ഞേച്ചേ, അവളോടൊക്കെ വിളിച്ചാണ്ടല്ലോ. മനു, മനു അതെ, എന്ത് പരിപാടി ആവശ്യമായിരുന്നു, ഞാൻ പണ്ടേ വിചാരിച്ചതാ. മനു, നിന്നെ എനിക്കിഷ്ടമാണ്. നിന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. കലയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ജോണേട്ടാ, ഇതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ജോണേട്ടനും കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനൊരു ഡിഫറെന്റ് കളറാക്കി മാറ്റാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ശരിയാ, പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യരുത്. അതാണ് സോറി. ജോണേട്ട ഒന്നുകൂടെ ആലോചിക്കുക. നമ്മള് ബിസിനസ്സുകാരെക്കാൾ കൂടുതൽ ബഹുമാനം കലാകാരന്മാർക്കാ. ഞാൻ ആലോചിക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി, അപ്പൊ ഇതുവല്ലോ നടക്കടോ. അങ്ങോട്ട് മാറി സംസാരിക്കാം. എന്താണ്? എടാ, ഏത് അവിടെ നിന്നോ. എടാ, ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ഒറ്റയ്ക്കാണ്. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇന്നലെ വന്ന സന്ദീപ് വരെ പറഞ്ഞതെന്താ? ഇതെല്ലാം നിങ്ങളല്ലേ ചെയ്യുന്നതെന്ന്. ജോണേട്ടനെ പോലെയോ ഒരു അസോസിയേഷനെ പോലെയോ ആരെങ്കിലും ഒരാൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളെ അംഗീകരിച്ച് നമ്മുടെ കൂടെ നിന്ന അതിന്റെ വില വേറെയാ. ആണോ? അതാണ്. അതെ, ഒരാഴ്ച ഒരാട്ടാ വയ്യ. ഞാൻ വിളിക്കാട്ടാ. ഞാൻ വിളിക്കാന്നേ. ഇപ്പൊ അതിനൊന്നും പറ്റിയ അവസ്ഥയല്ല. പ്രതീക്ഷിച്ച പോലൊന്നുമില്ലല്ലോ. ഇത് തല്ലി ഓടിച്ചൊന്നുമല്ല, ഓടിയപ്പോ വീണതാ. അന്നയാള് വേറൊന്നും ചെയ്തില്ലേ? പുള്ളി നമ്മള് വിചാരിച്ച പോലെ അല്ല, മിടുക്കനാ. ഉള്ളിലൊരു തരി മുറിവ് പറ്റാതെ പുള്ളി കൃത്യമായിട്ട് കാര്യം ഡീൽ ചെയ്ത്. എന്റെ അമ്മേ, ഇനിയെങ്കിലും നിനക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ. ഞങ്ങളുടെ ജീനിലെ ഈ പാരമ്പര്യമായിട്ട് ഈ പ്രണയത്തിന്റെ ഒരു അസ്കിത ഉണ്ട്. പ്രണയത്തിന്റെ അസ്കിത? നീ ഈ കാസനവാന്ന് കേട്ടിട്ടില്ലേ? അത് ലാലേട്ടന്റെ പടല്ലേ അല്ലേ? മനു, ഈ കാസനവ അവസാനമായിട്ട് പ്രണയിച്ച ആരെന്നറിയാമോ? ആരെ? എന്റെ മുതുമുത്തശ്ശീനെ. ചിരിക്കണ്ട, ഞാനേ ഇത് ഗൂഗിളിൽ കണ്ടുപിടിച്ചതാ. നീ അലക്സാണ്ടർ എഴുതാനെ പറ്റി വായിച്ചിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടൊന്നുമില്ല. മനു, നീ വായിച്ചിട്ടില്ലേ? നീ ഒരു കലാകാരനല്ല. ഈ അലക്സാണ്ടർ ഏഴാമൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നപ്പോ പുള്ളിനെ പിക്ക് ചെയ്യാൻ ചെന്നത് എന്റെ മുതുമുത്തച്ഛനാണ്. എന്റെ മുതുമുത്തച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിലെ കുതിരപ്പുറത്ത് മുത്തച്ഛീനെയും കൊണ്ട് പുള്ളിനെ പിക്ക് ചെയ്യാൻ ചെന്ന് നേരെ അലക്സാണ്ടർ ചക്രവർത്തിനെ കുതിരപ്പുറത്ത് കയറ്റി ഞങ്ങളുടെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്ക് മുള്ളാൻ പോണെന്ന് പറഞ്ഞപ്പോ പുള്ളിനെ കൊണ്ട് മുള്ളിച്ച് തിരിച്ചു കൊണ്ടു ആക്കുമ്പോ എന്റെ മുതുമുത്തശ്ശി ഈ കുതിരക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തി മുതുമുത്തശ്ശിയും കണ്ണുകൾ തമ്മിൽ ഉടക്കി അവര് തമ്മിൽ പ്രണയത്തിലായി. മുത്തശ്ശിനെ കൊണ്ട് പുള്ളി റോമിലേക്ക് പോയി. മനസ്സിലായില്ലേ? അതാണ് വണ്ടി ഒലക്കാണ്. എടോ, ഓനെ പെട്ടെന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. ഇനി എന്താ ചെയ്യാ? കളയാൻ പറ്റുമോ? അത് ഈ കലാകാരൻ എന്ന് പറഞ്ഞോണ്ടാ. പണ്ടാറടങ്ങാന് എത്ര തവണ കേറിയാലും ഇത് താഴേക്ക് പോകുമ്പോ ഒരാന്തല. അതെന്താ? ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വലിയ തെറ്റാണോ? ഞങ്ങളൊക്കെ കേട്ട അഭിമാനക്ഷേതം ഉണ്ടാവും പേടിച്ചിട്ടായിരിക്കും അല്ലേ? നീ ആരാ? നിങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണെങ്കിൽ നിങ്ങൾക്ക് കൂടാം. ഇത് ഞാനും എന്റെ മക്കളും തമ്മിലുള്ള സംസാരമാണ്. വെറുതല്ല, ഇത് ലിഫ്റ്റിൽ ജനിച്ചു പോണതാ. ഒരു സംശയം വേണ്ട. ഭൂവാലന്മാരാണ് എന്നോടാ കളി. അതിന്റെ ചെള്ള അടിച്ച് ഞാൻ പിടിച്ചാല്. എന്താ? നമസ്കാരം.
വെള്ളരിപ്രാവുകളെ പോലെയാണ് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സ്, അവരുടെ പൈതൃകം. അതുകൊണ്ടാണ് കേരളത്തിന്റെ സംസ്കാരം ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നത്. ഓ അങ്ങനെ. എടോ, അതിന്റെയൊക്കെ ആയിട്ടാണല്ലോ ഞാൻ ഇവിടെ കുത്താമ്പുള്ളി വേഷവും കേരളത്തിന്റെ ഭക്ഷണമൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? ഇതാ ചെക്കനല്ലേ, നോക്ക്. ഇത് ഈ ചെക്കനാണല്ലോ. അതെ, കാണാനില്ല. പിടിക്കല്ലേ? വാ. ഹായ്. അല്ല, ഇത് തന്റെ വീടാണോ? അല്ല, ഇത് അവന്റെ വീടാ. എന്താ കാര്യം? അല്ല, ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ? ആ, സർലേച്ചി, നിങ്ങളുടെ മോനെ കൊണ്ടുവന്നിരിക്കുന്നു. വാടാ, കറി പോകത്ത്. ചെല്, പോയി കുളിക്ക്. അമ്മയ്ക്ക് സന്തോഷാവട്ടെ. അതെ, നമ്മൾ രണ്ടാൾ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഈ കുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് നമ്മളെ കൈമ കിട്ടിയ ഡോളർ പോവാ. ഓളെ പിടിച്ചെടുത്ത നമ്മളെ വേണം പറയാം. മനുഷ്യനെ സ്വീപ്പാക്കെ ചെക്കനെ എത്രയും മെനക്കെട്ട് പിടിച്ചിട്ട് ഒരു കാര്യമില്ലാണ്ടായിപ്പേ. ഇത്ര വൃത്തികെട്ട ഒരു ഫാമിലി ജമ്മത്തി ഞാൻ കണ്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല. കാണാതായ കുട്ടീനെ പിടിച്ചുകൊണ്ടുപോയി കൊടുത്തിട്ടേ ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. അതല്ല, അതെന്താന്നറിയോ? ഇന്റെ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങൾ 10ാമത്തെ ടീമാണ് അതിനെ പിടിച്ചോണ്ട് വരുന്നേ. 10ാമത്തെ ടീമോ? ആ, ഒരു 1.5 വർഷം മുമ്പ് ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞ് സർലേച്ചി വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഇവന്റെ ഫോട്ടോ വെച്ചിട്ടേ. കുട്ടിയുടെ പോയിരുന്നു. അവൻ എവിടെയും പോയിട്ടില്ല. അവൻ അവന്റെ ഫ്രണ്ടിന്റെ അവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവനെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ട്. അതാരും കണ്ടിട്ടില്ല. ഈ പഴയ മെസ്സേജ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ കണ്ട മെസ്സേജ് പഴയ മെസ്സേജാ? ആ കാര്യത്തിലൊരു സംശയമില്ല. മോളെ വിളിക്കാട്ടാ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. പോലേട്ടാ. എടാ രവിയെ, എടാ എന്താണ് നിന്റെ കൈക്ക് പറ്റിയേ? അതെ, അടുക്കളയിൽ ചെറുതായിട്ടൊന്ന് വീണതാ. എടാ നീ ഡോക്ടറിനെ പോയില്ലേ? ചെറിയൊരു ചതവ് മാത്രമേ ഉള്ളൂ. പിന്നെ യാത്ര എങ്ങനെ? അതെ, സിംഗപ്പൂർ എയർലൈൻസിനാ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. 7 മണിക്കൂർ സിംഗപ്പൂര്, 4 മണിക്കൂർ ബാലി. അതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു ബാഗും പോയി കിട്ടി. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളി. വീട്ടിലെന്താ ശേഷം? കിട്ടിയ അവസരത്തിനെ ചെറിയൊരു പരിപാടിയായിട്ട് നിശ്ചയം കഴിഞ്ഞു. ഇനി 1 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനാ പരിപാടി. ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. 1 വർഷം സൊള്ളാലോ. ആ ശരിയാ, അതിന്റെ സുഖം വേറെ. എടാ നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നടക്കടാ. ആ മോളെ, ഇനി വിളിച്ചോട്ടാ, ഞാൻ ഫ്രീ ആയിട്ടാ. ഹസ്ബൻഡ് പോയാ?